അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഇതിമേ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സീസണിൽ ഒരു പ്രാവശ്യം പൂവിടുമെന്ന് എല്ലാവരും ഇങ്ങനെ പറയും. പക്ഷേ നമ്മളവിടെ ഇപ്പോൾ അത് 4ാമത്തെ പ്രാവശ്യമാണ് ഈ സീസണിൽ പൂവിട്ടത്. ഇപ്പോൾ നല്ല ചൂടാണ്. ഇത് മഞ്ഞുകാലത്താണ് ഇതിൻ്റെ പൂക്കളധികം ഉണ്ടാവൽ. അത് നമ്മളിതിപ്പോൾ നമ്മളെ വീട്ടിൽ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇത് പൂവിടുന്നത്. അപ്പോൾ അതങ്ങനെ സീസണൊന്നുമില്ല. നമ്മളിതിന് നമ്മളെ കെയറിങ് കൊടുക്കണം. എത്ര കെയറിങ് കൊടുക്കണം അതുപോലെയാണ് അതിൻ്റെ പൂവിടുന്നത് കേട്ടോ. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് പൂവിടുന്നതെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ വേറൊരു ചെറിയൊരു ഇത് മറ്റേ ചട്ടിയിലുണ്ട്, അതിന്മേൽ പൂവായിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ അതും മുട്ടിങ്ങനെ വരുന്നുണ്ട് അതിന്മേൽ. ഇതിപ്പോൾ ഇപ്പോൾ നല്ല ജനുവരി ഫെബ്രുവരി ആയില്ലേ. അപ്പോൾ ഈ സമയത്ത് ഇത് പൂവിടുന്ന ദുർലഭമായി. എവിടെ ഞാൻ പൂവിടുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് സീസണിൽ മാത്രമാണ് പൂവിടുക എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ അത് 2 മാസം കൂടും 3 മാസം കൂടുമ്പോൾ പൂവിടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല ചെടികളും ഇവിടെ എല്ലാ ചെടികളും പൂവിടുന്നുണ്ട്. പിന്നെ ആ ഒരു മഞ്ഞ തെച്ചിയുണ്ട്. ഇനി അത് കുറച്ച് ദിവസമാകുമ്പോൾ അതിൻ്റെ പച്ച കളറാവും അതിൻ്റെ കേട്ടോ. നമ്മളതിനുള്ള മരുന്ന് കൊടുത്ത് അതൊരു കേടാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളറല്ല അത്. കളർ ഇതുപോലെ തന്നെ പച്ചയാണ്. പക്ഷേ അതിനൊരു കേടാണെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം അതിൻ്റെ ഇല കളറാവുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതൊരു ഫോട്ടോ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കണ്ടറിയാമല്ലോ. അതിനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഗോണിയൊക്കെ നല്ല ചെടിയുണ്ട്. ഈ ചെടി നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാകും. അപ്പോഴും ഭംഗി ഇല്ലായിട്ടല്ല. അപ്പോൾ അത് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് അതിൽ ഒരു ഉണക്കക്കേട് വന്ന മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബിഗോണിയക്കും ഇവിടെ നല്ലൊരു സ്ഥലമല്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു ഉണക്കം പിടിച്ച മാതിരി ഉണ്ട്. പക്ഷേ അതിന്മേൽ പൂവുണ്ട് കേട്ടോ. പൂവ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കോളാമ്പിൻ്റെ മാതിരി വേറൊരു പൂവാണ് കേട്ടോ. ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ. വയനാട് പോയപ്പോൾ നമ്മളൊരു കൊമ്പെടുത്തതാണത്. ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഒരു കാട്ടുചെടിയാണ്. നമ്മളതൊരു നാട്ടുചെടിയാക്കിയെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിനും വെയിലത്ര ഒരു ഇതില്ല തോന്നുന്നു. ഇതിൻ്റെ ഇല കണ്ടില്ല, ഒരു പച്ച കളർ വന്നിട്ടുള്ള. വെയിൽ കൂടുമ്പോൾ ഇതിൻ്റെ കളറ് മാറണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇലച്ചെടികളാണ് ഈ കൂടുതലും ഈ ഒരു ലൈനിൽ നമ്മൾ വെച്ചിട്ടുള്ള. ആദ്യം തന്നെ പറഞ്ഞാണല്ലോ, ഇലച്ചെടികൾ കൂട്ടത്തിൽ നമ്മൾ തെച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. തെച്ചിയും അതുപോലെ തന്നെ ഒരു ഓല, ഇതൊരു ഇലച്ചെടിയാണ്. പിന്നെ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷേ പൂവൊരു ചെറിയൊരു പൂവ്, നമുക്ക് അത്ര കാണാൻ കായും പൂവൊക്കെ ഉണ്ടാവുന്നില്ല. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് ചെറിയ കായകളുണ്ടാവും. ഇത് കായ പൊട്ടി മുളക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കായകളാണ് ഇതിൽ കേട്ടോ. അത് പൊട്ടി മുളച്ച് നമുക്ക് തൈകളുണ്ടാവും. അത് അപ്പോൾ ആ ഭാഗത്തൊക്കെ തൈകളുണ്ട് ഇതിൻ്റെ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഈ തെക്കൻ പെപ്പർ കുരുമുളക് ഇതിൻ്റെ കുറച്ച് വള്ളി ഉണങ്ങിപ്പോയി കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കൊലകൊലായിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അത് എന്തോ പറ്റിയ ഇതിനൊരു കേട് വന്നിട്ട് അത് പോയി. പക്ഷേ ഇതിന്മേൽ നല്ല കുരുമുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുരുമുളക് നല്ല തോക്ക പിടിച്ചിട്ടുണ്ട്, മണി പിടിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. അതായത് തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ പറിച്ച് ഒഴിവാക്കണം. ഒരു ഓലച്ചെടി ആയതുകൊണ്ട് നമ്മൾ അതേപോലെ അവിടെ നിലനിർത്തിയതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറിച്ച് ഒഴിവാക്കും. പൂവിടുന്ന ചെടിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കണം അത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇലച്ചെടികളൊക്കെ ഇവിടെ ഇത് കണ്ടില്ലേ. ഇത് നമ്മളൊരു 3 എണ്ണമാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ. 3 എണ്ണമല്ല, 4 എണ്ണം ഉണ്ട്. 4 കമ്പ് കുത്തിയതാണ്, ഒന്നിച്ചാണ് കുത്തിയതാണ്. ഇത് ഒരു കട്ടായിട്ട് ഇങ്ങനെ നിർത്തണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് നല്ല തിങ്ങി ഇതുണ്ട്. പക്ഷേ അത് പൂവിടുന്ന ചെടിയാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിടില്ല കേട്ടോ.
അങ്ങനെ ഒരു മത്സര വളർച്ച ആവും. ഇതിന് പിന്നെ ഇലച്ചെടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് പ്ലാന്റ് ഇതൊന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ തണ്ട് മുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വലുതാവോളം ഇത് മുറിക്കണില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്ഷീണം ഇങ്ങനെ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ ഉണ്ട്. പെട്ടെന്ന് വലുതാവും, ആദ്യം പെട്ടെന്ന് വലുതായിരുന്നു. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്താൽ അത് നമ്മൾ എത്ര വളം ചെയ്തിട്ടോ വലുതാവണില്ല. അതുപോലെ തന്നെ ഈ ഒരു റോസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറേ മുട്ടുകളുണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിർത്തി. പക്ഷേ അടിഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അതുപോലെ ഇവിടെ ഇത് കണ്ടില്ല, ഈ ഒരു ചെടി ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇല കാണാൻ കേട്ടോ. നമുക്ക് പിന്നെ പല കളറും തിമ്മുണ്ട്. പിന്നെ പച്ചൻ്റെ സൈഡിൽ പിന്നെ ഒരു റോസ് കളറുണ്ട്, പിന്നെ അത് മഞ്ഞ കളറുണ്ട്, അത് പല കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പിന്നെ ഈ ചട്ടിയിലായതുകൊണ്ടാണ് ഇത്ര ഉഷാറില്ലാതെ. ഇത് നിലത്താണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ കേട്ടോ. പക്ഷെ നമുക്ക് നിലത്ത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളത് ചട്ടിയിൽ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്മേൽ പൂ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഒരു നാവോളിൻ്റെ മാതിരിയുള്ളൊരു മരമാണ്. ഇതിന് പൂവുള്ളതാണ് കേട്ടോ, കായ് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇലക്കൊരു നാറപ്പഴം എന്നൊക്കെ അറിയാവും. പിന്നെ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഇതിന്മേൽ പൂവ് ഉണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ പൂവിങ്ങനെ ഉണ്ടായി വരണുള്ളൂ. ഇത് നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ഇത് പൂവിടുക കേട്ടോ. പെട്ടെന്ന് പൂവിടും. പക്ഷേ ഇതിവിടെ ഈ പൂവ് മൊട്ടിങ്ങനെ നിൽക്കുക ഈ ഒരു പിന്നെ ഒരുപാട് ദിവസമായി ഇതിങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് കേട്ടോ. പൂവായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തിട്ട് പിന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ഒരു നീല കളർ ചെടിയുണ്ട്. ഇത് നല്ലൊരു നീല കളറാണ് കേട്ടത്. പിന്നെ ഇത് നമുക്ക് പിന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പച്ച ആവും കേട്ടോ. അപ്പോൾ നമ്മൾ നീല കളറാണെങ്കിൽ തണലത്ത് മാത്രമേ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ ഇതിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു നീല കളർ ഒരു ചെടിയുണ്ട്. ഇത് നീലല്ല, അതിൻ്റെ ബാക്ക് വശം വയലറ്റ് കളറാണ് കേട്ടോ. അത് കണ്ടില്ലേ. അതുപോലെ ഇത് ഒരു വയലറ്റ് കളറ്. ഈ ഒരു ചേമ്പിൻ്റെ ഇല കണ്ടോ. ഈ ചേമ്പിൻ്റെ ഇല നല്ല വെള്ള ചേമ്പാണിത് കേട്ടോ. ഈ കലേഡിയ എന്താണ് അതിൻ്റെ കലേഡിയാണ് പേരിൽ തോന്നുന്നു. എത്ര ഒരു ഇത് കിട്ടണില്ല, എന്നാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഈ പിന്നെ ഇതൊരു പിന്നെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ പുതിയൊരു ഇല ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് ഇല നല്ല ഭംഗിയാണ് ഇത് കാണാനുണ്ട്. ഇതിങ്ങനെ തളിര ഇല ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ പിന്നെ വീടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ച ഉണ്ടാകും. ഇത് നമ്മൾ പിന്നെ പുതിയ ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പ് മേലെ അവിടുന്ന് പറിച്ചിട്ട് നമ്മൾ അവിടെ പുല്ല് നട്ടപ്പോൾ അതൊരു ചട്ടിക്ക് കൊണ്ട് മാറ്റിയെന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ അതൊരു പിന്നെ അഗ്ലോണിമ നല്ല റെഡ് കളറാണ് കേട്ടോ. റെഡ് കളറ്. പിന്നെ ഇതിന് തൈയൊന്നും ഉണ്ടായിട്ടില്ല. തൈ ഇപ്പോൾ അടിയിൽ നിന്ന് വരാനായിട്ടുണ്ട്. കുറേ ആയി അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതും അഗ്ലോണിമയാണ്. അഗ്ലോണിമ പല സൈസും ഉണ്ട് നമ്മളെ അടുത്ത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ പിന്നെ അഗ്ലോണിമ അല്ല, ഇത് വേറൊരു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ അഗ്ലോണിമൻ്റെ തൈകളുണ്ട് കേട്ടോ. ഇതും അഗ്ലോണിമല്ല, ഇതൊരു പേപ്പറിൻ്റെ മാതിരി അത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് ഇതിട്ട്. പിന്നെ ഇല നമുക്ക് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെടി ഇത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വയലറ്റ് നമ്മൾ ആസ്പെറ്റോസ് പൈപ്പിൽ നിന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലാതെ അതും പിന്നെ പിടിച്ച് പോയിട്ടില്ല. നമ്മൾ പോകുന്ന കരുതിയെന്നൊന്ന് പറിച്ച് വെച്ചപ്പോൾ അല്ലാതെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അത്.
ഇത് ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ നമ്മൾ പിന്നെ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ ഇതാക്കിയെടുത്താണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് ചെറിയ ചട്ടികൾ ഉണ്ടോ, ഒക്കെ ചട്ടികൾ, ചെറിയ ചെറിയ ചട്ടികൾ. ഇങ്ങനെ അവിടെ പിന്നെ ചെറുനാരങ്ങേൻ്റെ തൈയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് നമ്മൾ ഇനി സ്ഥലം മാറ്റി വെക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെറിയ ചട്ടികളിൽ കുറച്ച് ചീരൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയ ചട്ടികളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്നായിട്ട് വെക്കുമ്പോൾ നമുക്ക് കാണാനൊരു രസമുണ്ടാകും. ഇങ്ങനെ സ്റ്റെപ്പ് ആക്കി വെച്ചാൽ. ഇത് യൂഫോർബിയ ഉണ്ട്. അത് യൂഫോർബിയ വൈറ്റ് കളറാണ്. ഇതുണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ പൂവൊരു ഇളം പച്ച കളറായിട്ടാണ് വരിക കേട്ടോ. പിന്നെ അതിങ്ങനെ വലുതായി ഇങ്ങനെ വരുമ്പോൾ നമുക്കത് വെള്ള കളറായി വരും. ഇത് പിന്നെ നമ്മളൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് നമ്മൾ പിന്നെ അതിൽ വന്ന് തൈ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് തൈ പുതിയത് ഉണ്ടാക്കലാണ് കേട്ടോ. ഇതും ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ, ബിഗോണിയൻ്റെ. പിന്നെ ഇതിൻ്റെ പൂ കണ്ടില്ലേ, പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പൂ നമുക്ക് പിന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കളറുമാണ്. ഇതിൻ്റെ പിന്നെ റെഡും ഉണ്ട്. പിന്നെ നമ്മളിത് ചെറിയ തൈകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈകൾ പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതൊക്കെ ചെറിയ തൈകൾ ഇതുണ്ടോ. ഇതിൽ നമ്മൾ 3 തൈയാണ് വെച്ചത്. ഒന്നോ രണ്ടോ പിന്നെ കമ്പ് വെച്ചാലും അല്ലെങ്കിൽ 1 വെച്ചാലും മതി. അത് നമുക്ക് പിടിച്ചില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് മാറ്റേണ്ടതുള്ളൂ. ഇതിപ്പോൾ അതിൽ 2 ഉണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ചട്ടിക്ക് മാറ്റുമ്പോൾ ഇത് വേറെ പിന്നെ പറിച്ച് നടും കേട്ടോ. പിന്നെ വേറെ ചട്ടിക്ക് ആക്കി കൊടുക്കും. അത് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരേ ഷേപ്പിൽ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അത് ഒന്നായിട്ട് ഇങ്ങനെ പൂവിട്ടിട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് കളറാണ് കേട്ടോ. ഇത് റെഡ് കളറ് നല്ല പിന്നെ പ്യൂർ റെഡ് കളറാണ്. ഇതിന് മാറ്റം ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറുണ്ട്, റെഡ് അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ അങ്ങനത്തെ പലതും പല വിധത്തിലുള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ ഉണ്ടായിരുന്നു. മഞ്ഞ നമ്മളെടുത്ത് മിസ്സായിപ്പോയി, കേടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കണ്ടില്ല, ഇവിടെ 10 മണി മുല്ല മഞ്ഞ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോ ഒന്ന് എൻ്റെ ചാനലിലുള്ള ഒരുപാട് പിന്നെ പൂവിൻ്റെയും പച്ചക്കറിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പിന്നെ പച്ചക്കറിൻ്റെയും പൂക്കളെയും ഒക്കെ ചെടികളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശം തരാണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.